19-ാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ടിരുന്ന തത്വശാസ്ത്രജ്ഞരിൽ ഒരു പ്രമുഖനാണ് ഫ്രീഡ്രിക് നീച്ച് എന്ന ജർമ്മൻ തത്വശാസ്ത്രജ്ഞൻ. അദ്ദേഹം ജീവിതത്തിൻ്റെ പരിവർത്തിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, തത്വശാസ്ത്രത്തെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, നിഖിലിസത്തെക്കുറിച്ച്, കൾച്ചറിനെക്കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ ഓൾ ടു ഹ്യൂമൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസവും അല്ലെങ്കിൽ ഒരു എഴുത്തും വളരെ ജീവിതത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആഴങ്ങളിലുള്ള പഠനങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹത്തെ ഓർക്കാൻ കാരണം ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പിടികിട്ടാതെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ല നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വെറുതെ കുറിപ്പ് അയച്ചു. മരിക്കുന്നതാണ് ഭേദം എന്നെനിക്ക് മനസ്സിലായി. വളരെ സിമ്പിളായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മരിച്ചിട്ട് എന്ത് പ്രയോജനം? മരിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ചോദ്യം എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ ഉത്തരവ് അത് മാത്രമേ ഉള്ളൂ. മരിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ മരിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിനും ഭേദം നിങ്ങൾ ജീവിച്ചിരുന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഫ്രീഡറിക് നീച്ചെ ഓർക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കൊട്ടേഷനാണ്, ടു ലിവ് ഈസ് ടു സഫർ ആൻഡ് ടു സർവൈവ് ഈസ് ടു ഫൈൻഡ് മീനിങ് ഫോർ ദി സഫറിങ്. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ ജീവിതം തുടർന്നുകൊണ്ട് പോകും. ജീവിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക എന്നാണ്. ജീവിച്ചിരിക്കുക, റൈറ്റ്. ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ കഷ്ടപ്പാടിൻ്റെ അർത്ഥം കണ്ടെത്താൻ ഉള്ള ഒരു ഓട്ടമാണ് ഒരർത്ഥത്തിൽ. ടു സർവൈവ് ഈസ് ടു ഫൈൻഡ് മീനിങ് ഫോർ ദ സഫറിങ്. അതിൻ്റെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. എൻ്റെ ബാലകൃഷ്ണൻ കൂടെ പറഞ്ഞാലേ പൂർത്തിയാവുകയുള്ളൂ. കാരണം നാളെ ഒരിക്കൽ ഇനിയുള്ളവർക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടി എൻ്റെ ജീവിതത്തിലെ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ ഉത്തരം കണ്ടെത്തി എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യണം എന്നുള്ളത്. അതാണ് അതിൻ്റെ പൂർണ്ണമായ ഒരു ഉദ്ദേശം. അപ്പോൾ ലിവ് ഈസ് ടു സഫർ, ടു സർവൈവ് ഈസ് ടു ഫൈൻഡ് മീനിങ് ഫോർ ദ സഫറിങ് സോ ദാറ്റ് അതേഴ്സ് ആഫ്റ്റർ മീ മേ നോട്ട് സഫർ ലൈക്ക് മീ. അങ്ങനെ ഒരു മനോഭാവം, ഒരു സമീപനം, ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്നവരല്ല, അർത്ഥം കണ്ടെത്തുന്നവരായി മാറാനായിട്ടും അതുവഴിയായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരുപാട് അർത്ഥം കൊടുക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.